ചെസ്റ്റ് പീസ് എനിക്ക് അതൊന്നും പറ്റൂല. ഞാൻ ആടുന്ന അന്നേരേ പറഞ്ഞല്ലേ ചെസ്റ്റ് പീസ് എനിക്ക്. ഞാനാ പറഞ്ഞത് ചെസ്റ്റ് പീസ്. അന്നേരം ഈ പറഞ്ഞില്ല. പറ്റൂല. ഇല്ല ഇല്ല എനക്കും വേണോ? ഇല്ല ഇല്ല. എണീച്ച് പോയിക്കോ. ഈ കേൾക്കൂല. എനിക്ക് പറ്റൂല. പറ്റൂല. ഞാൻ ആടുന്ന ഹോട്ടലിൽ അന്നേരേ പറഞ്ഞത്. ഞാനാ പറഞ്ഞത് ചെസ്റ്റ് പീസ് എനിക്ക് പറ്റൂല. എനിക്ക് എന്തായാലും അപ്പൊ എന്റെ വാക്കിനൊരു വിലയില്ല. വിലയില്ല. ചെസ്റ്റ് പീസ് എനിക്ക് ഒരു മന്തി ഞാൻ വാങ്ങിയത്. ഇനിയിപ്പൊ ചെസ്റ്റ് പീസ് ഇങ്ങനെ തിന്നു അല്ലെ ഇങ്ങനെ നിരക്കും. ഇനി പോയിട്ട് ചെസ്റ്റ് പീസ് മറ്റേ പീസ് പറഞ്ഞ് പറയാൻ നിൽക്കണ്ട. ഞാൻ മെല്ലെ പോയിട്ട് നൈസായിട്ട് മാറ്റും. നീ എവിടെ പോവാ? വരുന്നു. എന്റെ പൊന്നു മന്തി അല്ലേ അതിലേക്ക് പൊന്നമ്മന്റെ പരിപാടി ഇപ്പൊ ശരിയായി കൊടുക്കാം. ഓരോന്ന് പോയിക്കോട്ടെ. ഏത് ബിരിയാണി? ഒന്നുമില്ല. നിങ്ങളെ കെട്ടിയ സുഖം തരുന്നു അളിയ. ചെസ്റ്റ് പീസ് തിന്നാണ്ട് ഇപ്പൊ പോവാ. എന്നോടൊന്നും പറഞ്ഞില്ല. നാളെ പോകുന്ന കാര്യമൊക്കെയാ പറയുന്നത്. കളിക്കല്ലേ ചെസ്റ്റ് പീസ് തിന്നണം. നീ ഇങ്ങനെ കൊതി കളിക്കല്ല. ഇനിയിപ്പോ അതും ഉണ്ടാവില്ല. അയ്യോ മയോണൈസ് ഒഴിച്ചത് തിന്നണേനും പൊന്നു. ചെസ്റ്റ് പീസ് എന്നാലും ചെസ്റ്റ് പീസ് എനിക്കാണ് വെറുതെ മൂത്തത് ഈ അല്ലേ. അപ്പൊ എനിക്ക് വേണ്ടി വിട്ട് തരണം. ഇളയത് ഞാനല്ലേ. ഇപ്പൊ എന്തത് എല്ലാവരും കൂടി തിന്നാണ്ടിരിക്കേണ്ടത്. ദൈവമേ നീ അത് കണ്ടിട്ടുണ്ടാവോ? എവിടെ ആ ചിമിട്ട് നേരത്തെ പോന്നാണ്ടിന് നിന്റെ പുറകെ തന്നെ പോടാ. സത്യം. എന്റെ ചെസ്റ്റ് പീസ് മാറ്റി വെച്ചാലെങ്കിൽ മതി. സമാധാനായിക്കേ. എനിക്കല്ല, എനിക്ക് സമാധാനമായില്ല. ഇങ്ങോട്ട് മാറ്റി വെക്കാൻ ആദ്യം പറഞ്ഞല്ലേ. എന്റെ ചെസ്റ്റിന്റെ ആക്രാന്തം കണ്ടാൽ എനിക്ക് തോന്നിക്ക് തന്നെ അവസ്ഥ. എല്ലാം പോയി. എന്റെ ചെസ്റ്റ് പീസ് പറയട്ടെ. ചെസ്റ്റ് പീസ് എന്തായാലും കിട്ടും. നമുക്ക് റൈസ് എല്ലാം കിട്ടും. നോക്കാം. മയോണൈസ് എല്ലാം മുക്കിയിട്ട് നിങ്ങൾ മന്തി കഴിച്ചിട്ടുണ്ടാവല്ലേ? നിങ്ങൾക്ക് വേണോ മന്തി? എന്താ വേണോ? ഇവിടെ ഉണ്ട്, കുറച്ചുണ്ട്, ബാലൻസ് ഉണ്ട്. രേഷ 2 പീസ് ഉണ്ട് തോന്നില്ലേ രേഷ? ചേട്ടാ ഓല് കഴിച്ചതായിരിക്കും. ഓല് കഴിച്ചിട്ടല്ലേ നമുക്ക് വെക്കുക. ഓല് കറിഞ്ഞൂടെ നമ്മൾ വരുമെന്ന്. ഓലെന്തായാലും നല്ല സ്നേഹമുള്ള കുട്ടികളാണ്.